നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേയധികം കാര്യങ്ങൾ റെഗുലർ ക്ലാസ്സിൽ പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാം അതെല്ലാം ഒരിക്കൽ കൂടി റിവൈസ് ചെയ്ത് കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ പോർഷൻ മുതൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ചിൽ വാക്കുകളുടെ 8 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. 8 ക്ലാസിഫിക്കേഷനിൽ ആദ്യത്തെ 4 എണ്ണമായിരുന്നു പറഞ്ഞത്. നൗണ്, പ്രൊനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ഇത്രയും കാര്യങ്ങളായിരുന്നു പഠിച്ചത്. അതിനകത്ത് നൗണിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിന്റെ 2 നമ്പർ പഠിച്ചു. പ്രൊനൗൺ പഠിച്ചു, അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, അതിന്റെ 4 ഫോംസ് പഠിച്ചു. അഡ്ജക്റ്റീവ് പഠിച്ചു, വെർബ് പഠിച്ചു, വെർബിന്റെ 2 ക്ലാസിഫിക്കേഷനും അതിന്റെ 4 ഫോംസും പഠിച്ചു. ഇതാണ് ഫൈനലി നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് നിർത്തിയ കാര്യം. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പഠിച്ചു നിർത്തിയത് എന്താണ്? വേർബായിരുന്നു. വേർബ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിനോട്ട്സ് ആൻ ആക്ഷൻ, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വേർഡ് അല്ലയോ? ആ വേർബിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. 2 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? മെയിൻ വെർബും ഓക്സിലറി വെർബും എന്ന് പറഞ്ഞു. മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ ആ വെർബിനകത്ത് ഒരു സെന്റൻസിനകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബിനെ മെയിൻ വെർബ് എന്ന് പറയുന്നു. ആ മെയിൻ വെർബിനെ ഹെൽപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെർബിനെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ ഓക്സിലറി വെർബ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയില്ല. അത് അങ്ങോട്ടേക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പൊ അതിന് മുൻപായിട്ട് മെയിൻ വെർബ് എന്താണ് നമ്മൾ പഠിച്ചിരുന്നു. എന്നിട്ട് ആ മെയിൻ വെർബിന്റെ 4 ഫോംസും പഠിച്ചു. ഫണ്ടമെന്റൽ ആയിട്ട് ഇംഗ്ലീഷ് ഗ്രാമറിലുള്ളതാണ് വെർബിന്റെ 4 ഫോംസ് എന്ന് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഫാക്റ്റ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ വെർബിന്റെ 2 ക്ലാസിഫിക്കേഷൻ എന്താണെന്നുള്ള അറിയണം എന്നുള്ളതും അതോടൊപ്പം തന്നെ വെർബിന്റെ 4 ഫോംസും എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം എന്നുള്ളത്. 4 ഫോംസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇങ്ങനെ 4 ഫോംസ് ആണ് ഒരു വെർബിനുള്ളത് എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഏത് വെർബ് എടുത്താലും ഈ വെർബിന്റെ 4 ഫോംസ് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി വെർബുകളും അതിന്റെ 4 ഫോംസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ 10 വേർഡ്സ് നമ്മുടെ റുട്ടീനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 10 വേർഡ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ആ 10 വേർഡ്സ് ഏതൊക്കെയായിരുന്നു? 1 എന്ന് പറയുന്നത് എവൈക്ക് എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എവൈക്ക് എന്ന് പറയുന്ന വേർഡ്. 2ാമത് എന്ന് പറയുന്നത് വോക്ക്, 3ാമത് ബ്രഷ്, 4ാമത് ടേക്ക് ബാത്ത്, 5ാമത് റിമൂവ്, 6ാമത് ചേഞ്ച്, 7ാമത് വയർ, 8ാമത് പുട്ട് ഓൺ, 9ാമത് ഹാവ് ഫുഡ്, 10ാമത് ഈറ്റ്. ഇങ്ങനെ 10 വേർഡ്സ് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന 10 വേർഡ്സ് നമ്മൾ പഠിച്ചു. ബാക്കി ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും വേർബുകൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇതിന്റെ 4 ഫോംസ് അത് ഉപയോഗിച്ച് സെന്റൻസുകൾ ഫോം ചെയ്യുന്നത് ഡിസ്കസ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സെറ്റ് ഓഫ് വേർബുകൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ വേർബ് ഏതായിരുന്നു? എവേക്ക് ആയിരുന്നു. അപ്പൊ നമ്മൾ ഈ വേർബിന്റെ 4 ഫോംസിനനുസരിച്ച് അതിനെ 2 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 2 തിരിവുകളുണ്ട് അതിന്. അത് ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? റെഗുലർ വെർബ് എന്നും ഇറഗുലർ വെർബ് എന്ന് പറയും. റെഗുലർ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ഫോം ഉള്ളതിനെ റെഗുലർ വെർബ് എന്ന് പറയും. ഒരു ഫിക്സഡ് പാറ്റേൺ കീപ്പ് ചെയ്യുന്നതിന് റെഗുലർ വെർബ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം പഠിച്ച 2 വെർബുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് പഠിച്ചത് എവേക്ക് ആണ്, 2ാമത് പഠിച്ചത് വോക്ക് ആണ്. ഈ 2 ഫോമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവേക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ 4 ഫോംസ് എഴുതുകയാണെങ്കിൽ എവേക്ക് എന്ന് പറയുന്ന ബേസ് ഫോമും, എവേക്കിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിളും, എവോക്ക് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസും, എവോക്കൺ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ്. എന്നാൽ 2ാമത്തെ വെർബ് എന്ന് പറയുന്നത് വോക്കാണ്. വോക്കിന്റെ 4 ഫോംസ് എഴുതി കഴിഞ്ഞാൽ വോക്ക്, വോക്കിംഗ്, വോക്ട്, വോക്ട് എന്നാണ് 4 ഫോംസ് അല്ലെ? അപ്പൊ അങ്ങനെ ഈ 2 വെർബും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ വെർബിന് വ്യത്യസ്തമായിട്ടുള്ള ഫോമുകളാണ്. 4 ഫോമുകളും വ്യത്യസ്തമാണ് എന്നുണ്ടെങ്കിൽ 2ാമത്തെ വെർബ് ഏതായിരുന്നു? 2ാമത്തെ വെർബ് വോക്കാണ്. അതിന് ഒരു ഫിക്സഡ് പാറ്റേൺ 4 ഫോമിലും അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ഫോം വോക്ക്, അത് ബേസ് ഫോം. 2ാമത് ഫോമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ബേസ് ഫോമിന്റെ കൂടെ ing ചേർത്താൽ മതി. ജസ്റ്റ് ആഡ് ing ടു ദി ബേസ് ഫോം ഓഫ് ദ വെർബ് walk. You will get walking. ഓക്കെ,
അപ്പോൾ ഇനി മൂന്നാമത്തെ ഫോം ഏതാണ്? വോക്കിന്റെ കൂടെ ഇ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസ് കിട്ടും. അതെങ്ങനെയാണ് പറയുന്നത്? വാക്ട് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ക എന്നുള്ള സൗണ്ടിൽ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ട് എന്നുള്ള പ്രൊണൗൺസിയേഷൻ ആണ് അതിന്റെ പാസ്റ്റ് ടെൻസിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൺസ്ട്രക്ഷൻ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വാക്ക്, വാക്കിംഗ്, വാക്ട്, പാസ്റ്റ് ടെൻസ് ഇ ചേർത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ ഒക്കുന്നുണ്ടെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സെയിം തന്നെ ആയിരിക്കും, വാക്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഫിക്സഡ് പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സോ വി ക്യാൻ call this main verb as regular verb എന്ന് പറയാം. ഇതിനെ റെഗുലർ വെർബ് എന്ന് പറയാം. അപ്പം ഇറഗുലർ പാറ്റേൺ ഉള്ളതിനെ, ഫിക്സഡ് ഫോം ഇല്ലാത്തതിനെ, ഇറഗുലർ പാറ്റേൺ ഉള്ളതിനെ ഇറഗുലർ വെർബ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ എവേക്ക് എന്ന് പറയുന്നത് ഒരു ഇറഗുലർ വെർബും വർക്ക് എന്ന് പറയുന്നത് റെഗുലർ വെർബുമാണ്. ഇങ്ങനെ ഓരോ വെർബിന്റെ 4 ഫോംസ് വീതം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് അതിനകത്ത് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഇതിന്റെ നമ്പറുകളായിരുന്നു. അതായത് നമ്മൾ നൗണിന് സാധാരണ 2 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു? സിംഗുലർ, പ്ലൂറൽ എന്ന് പറയുന്ന 2 നമ്പർ. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ഗ്രാമറിൽ 2 നമ്പറുകളാണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ, പ്ലൂറൽ എന്ന് പറയുന്ന 2 നമ്പറുകൾ. ഓൺലി 1 ആൻഡ് മോർ ദാൻ 1, അല്ലേ? 1 അല്ലെങ്കിൽ 1-ൽ കൂടുതൽ എന്നുള്ള 2 നമ്പറുകൾ, സിംഗുലർ, പ്ലൂറൽ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വേർബിനും അങ്ങനെ 2 ഫോമുകളുണ്ട്. സിംഗുലർ, പ്ലൂറൽ എന്ന് പറയുന്ന 2 നമ്പറുകളുണ്ട്. ഒന്നും എന്നും 1-ൽ കൂടുതൽ എന്നും പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിന് മുമ്പിൽ വരുന്ന സബ്ജക്ട് അല്ലെങ്കിൽ നൗൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊനൗൺ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ്. ഇതാണ് എന്റെ റൂള്. ഈ സിംഗുലർ, പ്ലൂറൽ വെർബിന് കണ്ടെത്താൻ മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നത് അവിടെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ വെർബ് നമ്മൾ എടുത്ത് നോക്കി, ഏതാണ്? എവേക്ക്, അല്ലേ? ബേസ് ഫോം. ആ ബേസ് ഫോമിന് 2 ഫോംസ് ഉണ്ട്. സിംഗുലർ, പ്ലൂറൽ ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ എവേക്കും എവേക്സും, അല്ലേ? അതിനകത്ത് എവേക്സ് എന്ന് പറയുന്നത് സിംഗുലറും എവേക്ക് എന്ന് പറയുന്നത് പ്ലൂറലുമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ആദ്യം വരുന്ന നൗൺ എന്ന് പറയുന്നത് സിംഗുലർ നൗൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എവേക്സ് ഉപയോഗിക്കും. പ്ലൂറൽ നൗൺ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എവേക്ക് ഉപയോഗിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫോം ഏതാണ്? എവേക്കിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ, എവേക്കിംഗ്. ആ എവേക്കിങ്ങിന് സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? അവന് പ്രത്യേക വെർബ് ഫോമുകളില്ല, പക്ഷെ അതിനകത്ത് ഓക്സിലറി വെർബുകൾ അതിന്റെ കൂട്ടത്തിൽ വരുമ്പോൾ ഉപയോഗിക്കുമ്പോൾ അതാണ് അതിനകത്ത് സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കുന്നത്, അല്ലെ? അത് ഏത് 3 സെറ്റ് ഓക്സിലറി വെർബിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് ഓക്സിലറി വെർബുകൾ? അമിസാർ എന്ന് പറയുന്ന ഒരു സെറ്റ്, രണ്ടാമത് പറയുന്ന വാസ് വെയർ എന്ന് പറയുന്ന ഒരു സെറ്റ്, മൂന്ന് പറയുന്ന ഹാസ് ഹാവ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സെറ്റ്. അപ്പൊ ഏതൊക്കെയാണ് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ കൂടെ വരുന്ന 3 സെറ്റ് ഓഫ് ഓക്സിലറി വെർബ്സ്? ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? അമിസാർ, വാസ് വെയർ, ഹാസ് ഹാവ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകം സൂക്ഷിച്ചോണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് എവൈക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബിന്റെ സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് 3 സെറ്റ് ഓഫ് ഓക്സിലറി വെർബുകൾ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്നു. ആമിസാർ, വാസ് വെയർ, ഹാസ് ഹാവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഫോം എന്ന് പറയുന്നത് എവോക്ക് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോം, അതായത് മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സിംഗുലർ, പ്ലൂറൽ ഉണ്ടോ എന്ന് നോക്കാം. അതിനകത്ത് സിംഗുലർ, പ്ലൂറൽ ഇല്ല, ഫോം ഇല്ല. ഇനി ഓക്സിലറി വെർബും അല്ല അതിന്റെ സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതുമില്ല. എന്താണത്? സാധാരണ അതിന്റെ സിംഗുലർ, പ്ലൂറൽ എന്നുള്ള തരംതിരിവില്ല, അല്ലെങ്കിൽ രണ്ട് നമ്പറിൽ അതിനെ യൂസ് ചെയ്യുന്നില്ല. ഏത് സബ്ജക്ട് വന്നു കഴിഞ്ഞാലും, ഏത് നൗൺ വന്നു കഴിഞ്ഞാലും, ഏത് പ്രൊനൗൺ വന്നു കഴിഞ്ഞാലും, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും അതിന്റെ കൂടെ എല്ലാം സെയിം ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വിതൗട്ട് ഓക്സിലറി വെർബ്, ഓക്സിലറി വെർബ് ഇല്ലാതെ സെയിം ഫോം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ആ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നാലാമത്തെ ഫോം ഏതാണ്? ഹാസും ഹാവും എന്ന് പറയുന്ന ഒരു സെറ്റ് ഓക്സിലറി വെർബാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു വെർബിന്റെ 4 ഫോംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സിംഗുലർ, പ്ലൂറൽ നിർണ്ണയിക്കാനായിട്ടുള്ള മാർഗം. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറഞ്ഞേക്കാം. ബേസ് ഫോം ആണെന്നുണ്ടെങ്കിൽ 2 ഫോം, വെർബിൽ തന്നെ 2 ഫോം ഉണ്ട്. ബേസ് ഫോമിൽ തന്നെ എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എവേക്ക് എസ് ചേർന്ന് വരുന്നത്, ബെസ് ചേർന്ന് വരാത്തതും. എവേക്ക് എവേക്സ്, അല്ലെ? ചേഞ്ച് ചേഞ്ചസ്, അല്ലെ? വോക്ക് വോക്സ്, അല്ലെ? ബ്രഷ് ബ്രഷസ്, അല്ലെ? അടുത്ത ടേക്ക് ടേക്സ്, അല്ലെ? അടുത്ത് എന്താണ്? വയർ വയേഴ്സ്, അല്ലെ? അടുത്ത് പുട്ട് പുട്സ്, അല്ലെ? അടുത്തത് ഹാവ് ഹാസ്, അല്ലെ? ഈറ്റ് ഈറ്റ്സ്, അല്ലെ? അങ്ങനെ 2 ഫോമുകൾ വീതം യൂസ് ചെയ്യും, സിംഗുലറും പ്ലൂറലുമായിട്ട്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ എവേക്കിംഗ്, അതിന്റെ കൂടെ 3 സെറ്റ് ഓക്സിലറി വെർബുകൾ യൂസ് ചെയ്യും, സിംഗുലറും പ്ലൂറലും നിർണ്ണയിക്കാനായിട്ട്. ആമിസാർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, വാസ്വയർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ഹാസ് ഹാവ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ ഏത് വെർബിന്റെ പാസ്റ്റ് ഫോം എടുത്താലും അതിന് സിംഗുലർ, പ്ലൂറൽ എന്ന ഫോം ഇല്ല. അത് കോമൺ ആണ്. എല്ലാ
സബ്ജക്റ്റിന്റെയും കൂടെ എന്താണ് ഒറ്റയൊരു ഫോമേ യൂസ് ചെയ്യത്തുള്ളൂ. പാസ്റ്റ് ഫോം എന്ന് പറയുന്ന ഒറ്റയൊരു ഫോം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അടുത്തെന്ന് പറയാൻ ഫൈനലി നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന്റെ ഒരു സെറ്റ് ഓഫ് ഓക്സിലറി വെർബാണ് അതിന്റെ സിംഗുലർ പ്ലൂറൽ നിർണ്ണയിക്കുന്നത്. ഹാസും ഹാവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് വളരെ ഭംഗിയായിട്ട് മനസ്സിൽ ഓർത്ത് വെക്കുക. നമ്മളപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ വെർബും എടുത്തിട്ട് ഈ വെർബിന്റെ 4 ഫോംസും ഇത്രയും പറഞ്ഞ കാര്യങ്ങളും മനസ്സിൽ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറാതെ ചെറുകെ ഇങ്ങനെ ഒരു വളരെ എന്താണ് ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പതിയെ അതിന്റെ സൈഡ് പ്രാന്തപ്രദേശങ്ങളിലൂടെയൊക്കെ കയറി നമുക്ക് ഇംഗ്ലീഷ് ഫങ്ഷണൽ ഗ്രാമറിന്റെ ഒരു വലിയ ഭാഗം നമുക്ക് കവർ ചെയ്യാനായിട്ട് കഴിയും. അതായത് ടെൻസ് എന്ന് പറയുന്ന വലിയൊരു കൊടുമുടിയുടെ മുകളിൽ കയറാതെ നമുക്ക് വളരെ സിമ്പിൾ തന്നെ വളരെ നൈസ് ആയിട്ട് ഒരു സൈഡ് കൂടെ പോകാനായിട്ടുള്ള ഒരു മാർഗമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഈ പറഞ്ഞ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിനകത്ത് 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ക്ലാസിഫിക്കേഷൻ ഉപയോഗിച്ച് മാത്രം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെ സെന്റൻസ് ഫ്രെയിം ചെയ്യാം എന്നുള്ളതാണ്. ഒരു സെന്റൻസ് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു സെന്റൻസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എസെൻഷ്യൽ ആയിട്ട് ചില പാർട്സ് ഉണ്ടായിരിക്കണം. ആ എസെൻഷ്യൽ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഒരു സെന്റൻസിനകത്ത് ഉണ്ടാകേണ്ടത് സബ്ജക്റ്റ് ഉണ്ടാകണം. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ച് രണ്ടാമതിനെ പ്രെഡിക്കേറ്റ് എന്നാണ് പറയുന്നത്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്, ഇങ്ങനെ 2 എസെൻഷ്യൽ പാർട്സ് ആണ് ഒരു സെന്റൻസിനകത്ത് ഉണ്ടാകേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ട്രഡീഷണൽ ഗ്രാമർ ആണ്, അതായത് പരമ്പരാഗത ഗ്രാമറിന്റെ സിസ്റ്റം അനുസരിച്ച് പറയുന്നതാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് എന്നും. ഇനി നമ്മളത് മോഡേൺ ടെർമിനോളജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റിന് ഇപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ യൂസേജ് അനുസരിച്ചാണെങ്കിൽ നൗൺ ഫ്രേസ് എന്നും പറയും, പ്രെഡിക്കേറ്റിന് വെർബ് ഫ്രേസ് എന്നും പറയും. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അല്ലേ? അപ്പം സബ്ജക്റ്റിന് മോഡേൺ ടെക്നോളജി അനുസരിച്ച് എന്താ പറയുന്നത്? മോഡേൺ സയൻസ് ഓഫ് ടൈംസ് അതനുസരിച്ച് സബ്ജക്റ്റിന് നൗൺ ഫ്രേസ് എന്നും പറയും, പ്രെഡിക്കേറ്റിന് വെർബ് ഫ്രേസ് എന്ന് പറയും. അപ്പൊ ഇത് മനസ്സിലാക്കി എന്താണ് സബ്ജക്റ്റ്, ഇത് എന്താണ് പ്രെഡിക്കേറ്റ് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം അല്ലേ? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ നൗൺ, നെയിംസ് ഓഫ് എനിത്തിങ്, പേരായിട്ട് വരുന്ന വാക്കുകളെല്ലാം സബ്ജക്റ്റ് ആയിട്ട് വരാം അല്ലേ? പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വെർബ് ഫ്രേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. വെർബ് ഉണ്ട് പ്ലസ് അനദർ വേർഡ്സ് ഫോർ ഫർദർ ഇൻഫർമേഷൻ. അതായത് വേറെ വാക്കുകൾ അതിന്റെ കൂടെ കൂടുതൽ ഇൻഫർമേഷൻ നൽകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർന്ന് വരുമ്പോൾ അത് വെർബ് ഫ്രേസ് ആയി. അപ്പം വെർബും അതിന്റെ കൂടെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വരുന്ന വാക്കുകളോടെ ചേരുമ്പോൾ വെർബ് ഫ്രേസ് ആയി. അതിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയും. ഓക്കെ, വളരെ സിമ്പിൾ ആണല്ലോ. അപ്പം എന്താണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? നൗൺ ഫ്രേസ്, നൗൺസ്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വെർബ്, അതിന്റെ കൂടെ വരുന്ന മറ്റു വാക്കുകളോടെ വെർബ് ഫ്രേസ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു എക്സാമ്പിൾ ഒന്ന് നോക്കാം. നോക്കി, ചിൽഡ്രൻ പ്ലേ. സിമ്പിൾ സെന്റൻസ്, 2 വേർഡ്സേ ഉള്ളൂ അല്ലേ? നമ്മൾ ഇതിനകത്ത് 2 ക്ലാസിഫിക്കേഷൻ നോക്കാം. ഇപ്പൊ നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചല്ലോ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻ പ്ലേ എന്ന് പറയുന്ന സെന്റൻസ്, അതിനകത്ത് 2 വേർഡ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുട്ടികൾ അല്ലേ? കുട്ടികൾ എന്ന് പറയുമ്പോൾ അതെന്താണ്? നൗൺ ആണ് അല്ലേ? ഇനി നൗണിനകത്ത് ഏത് ക്ലാസിഫിക്കേഷൻ ആയിരിക്കാം? നൗണിനകത്ത് ഫർദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? പ്രോപ്പർ, കോമൺ, കളക്റ്റീവ്, അബ്സ്ട്രാക്ട്, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടികൾക്ക് മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് അല്ലേ? അപ്പൊ അതൊരു കോമൺ നെയിം ആണല്ലോ അല്ലേ? ഇനി ഓരോ കുട്ടിക്കും പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ചിൽഡ്രൻ എന്ന് പറയുന്നത് ഒരു നൗൺ ആണ് അല്ലേ? നെക്സ്റ്റ്, പ്ലേ. പ്ലേ മീൻസ് ചിൽഡ്രൻ പ്ലേ, കുട്ടികൾ കളിക്കുന്നു. പ്ലേ എന്ന് പറയുന്നത് വെർബാണ് അല്ലേ? അപ്പം അവിടെ വെർബായി. അപ്പൊ നൗണും വെർബുമായി. അപ്പം ഈ നൗണിനെയാണ് നമ്മളിവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ വെർബിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയും. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ആണ്. അപ്പം സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദാറ്റ് യൂഷ്വലി കംസ്
അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്. സെന്റൻസിന്റെ ആദ്യം വരും. ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്നത് ആദ്യമാണല്ലോ വന്നേ, സംശയമൊന്നുമില്ലല്ലോ. ഇനിയും എന്താണ്, ദാറ്റ് നെയിംസ് ദ പേഴ്സൺ ഓർ തിങ് ദാറ്റ് വി സ്പീക്ക് അബൌട്ട്. അതായത് നമ്മൾ എന്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ചാണോ പറയുന്നത്, ആ പറയുന്നതിന്റെ പേരിനെയാണ് എന്ന് പറയുന്നത്, ആ പറയുന്നതിനെയാണ് എന്ന് പറയുന്നത് സബ്ജക്ട് എന്ന് പറയുന്നത്. അല്ലെ? ഇപ്പൊ നമ്മൾ ആരെ കുറിച്ച് ഇവിടെ പറഞ്ഞത്? കുട്ടികളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ കുട്ടികളാണ് ഇവിടുത്തെ സബ്ജക്ട്. ഓക്കെ, അപ്പം സബ്ജക്ട് ആരാണ്? കുട്ടികൾ. ഇനി വാട്ട് ഈസ് ബീങ് സെഡ് അബൌട്ട് ദ സബ്ജക്ട്. സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നൗണിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനെ നമുക്ക് പ്രെഡിക്കേറ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഇവിടെ കുട്ടികളെ കുറിച്ച് എന്താ പറഞ്ഞത്? കുട്ടികൾ കളിക്കുന്നു എന്നാ പറഞ്ഞത്. കളിക്കുന്നു എന്ന് പറയുന്നത് കുട്ടികളെ കുറിച്ച് പറഞ്ഞതാണ്, അല്ലെ? അപ്പോൾ വാട്ട് ഈസ് ബീങ് സെഡ് അബൌട്ട് ദ സബ്ജക്ട് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രെഡിക്കേറ്റ് എന്ന് പറയും. അപ്പോൾ സബ്ജക്റ്റ് ആയി, പ്രെഡിക്കേറ്റ് ആയി. വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നെയിമിംഗ് പാർട്ട് എന്ന് പറയാം. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ടെല്ലിംഗ് പാർട്ട് എന്ന് പറയാം. നെയിമിംഗ് പാർട്ടും ടെല്ലിംഗ് പാർട്ടും, അതായത് എന്തിനെ കുറിച്ചാണോ നമ്മൾ പറയുന്നത് അതിന്റെ പേര് നെയിമിംഗ് പാർട്ട്. ഇനിയും അതിനെ കുറിച്ച് എന്താണോ പറയുന്നത് അതിന്റെ പേര് ടെല്ലിംഗ് പാർട്ട്. അതിനെ നമ്മൾ ടെല്ലിംഗ് പാർട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ച് അതിന്റെ ടേം എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിവിടെ നൗൺ ഫ്രേസ് ആയിട്ടും ഇതിവിടെ വെർബ് ഫ്രേസ് ആയിട്ടും ഉപയോഗിക്കുന്നു. ഓക്കെ, ഇനി ഇച്ചിരൂടെ ഇതിനെ നൗൺ ഫ്രേസ് എന്ന് പറയുമ്പോൾ, നൗൺ മാത്രമായിട്ട് വരുമ്പോൾ എൻറ്റയർലി അതിനെ നൗൺ ഫ്രേസ് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ വേർഡ്സ് ഫോമിംഗ് ദ സബ്ജക്ട് ഈസ് കോൾഡ് നൗൺ ഫ്രേസ് എന്നാണ് പറയുന്നത്. അതായത് എത്ര ഈ ഒരു സബ്ജക്റ്റിനെ ഫോം ചെയ്തെടുക്കാനായിട്ട് ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആ വാക്കുകളെല്ലാം കൂടെ ചേരുമ്പോഴാണ് നൗൺ ഫ്രേസ് ആകുന്നത്. അപ്പൊ ഇതും നൗൺ ഫ്രേസ് ആണ്. ഇനി ഇച്ചിരൂടെ നൗൺ ഫ്രേസ് എന്താണെന്നുള്ള അറിയാനായിട്ട് നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം. മോസ്റ്റ് ചിൽഡ്രൻ പ്ലേ വിത്ത് ടോയ്സ്. ഇതാണ് സെന്റൻസ്. നമ്മൾ പറഞ്ഞ സെന്റൻസ് ഇതാണ്. മോസ്റ്റ് ചിൽഡ്രൻ പ്ലേ വിത്ത് ടോയ്സ്. ഓക്കെ, ഇവിടുത്തെ സബ്ജക്ട് ശരിക്കും എന്താണ്? ചിൽഡ്രൻ എന്നുള്ളതാണ്. വി സ്പീക്ക് അബൌട്ട് ദ ചിൽഡ്രൻ. കുട്ടികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്? ചിൽഡ്രൻ തന്നെയാണ് സബ്ജക്ട്, അല്ലെ? ഇനി മോസ്റ്റ് ചിൽഡ്രൻ എന്നാ പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ കുട്ടികൾ, അല്ലെ? അപ്പോൾ ആ കൂടുതൽ കുട്ടികൾ ആ മോസ്റ്റോട് ചേർന്ന് കഴിയുമ്പോഴാണ് ആ സബ്ജക്ട് പൂർണ്ണമാകുന്നത്. എൻറ്റയർ വേർഡ്സ് ഫോമിംഗ് ദ സബ്ജക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റിനെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് എത്ര വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ സബ്ജക്റ്റ് ആയി മാറുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ ആദ്യത്തെ സെന്റൻസിനകത്ത് ചിൽഡ്രൻ എന്ന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ, അത് സബ്ജക്ട്. ഇനി മോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു വേർഡോട് ചേർന്ന് ആ സബ്ജക്റ്റിനെ ഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ശരിക്കും നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്, NP എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഡു ദീസ് ചിൽഡ്രൻ ഡു, അല്ലെ? കുട്ടികൾ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്? പ്ലേ, കളിക്കുന്നു, അല്ലെ? അതെന്താണ്? വെർബാണ്. ഇനിയും കളിക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്? പ്ലേ വിത്ത് ടോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ടോയ്സ് കൊണ്ട് കളിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോയ്സ് കൊണ്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ പ്ലേ എന്ന് പറയുന്ന വെർബിന്റെ കൂടെ അതിന്റെ മീനിങ് ആഡ് ചെയ്യുന്ന രീതിയിൽ എന്താണ് അനദർ വേർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഫോർ ഫർദർ ഇൻഫർമേഷൻ, എന്തുകൊണ്ട് കളിക്കുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പോൾ ആ എന്താണ് വാക്കുകളോട് ചേർന്ന് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടായി? വെർബ് ഫ്രേസ് ഉണ്ടായി. ഓക്കെ അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്, അതായത് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അത് മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണ്? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഇത് ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ അതിന് പകരം ഉപയോഗിക്കുന്നത് നൗൺ ഫ്രേസ് എന്നും വെർബ് ഫ്രേസ് എന്നുമാണ്, അല്ലെ? നൗൺ ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും അതിന്റെ കൂടെ ആ സബ്ജക്റ്റിനെ ഫോം ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു വാക്കുകളോട് ചേർന്ന് വരുമ്പോൾ അതിനെ നൗൺ ഫ്രേസ് എന്ന് പറയും. അതേപോലെ തന്നെ വെർബിനെ കൂടെ എക്സ്ട്രാ അഡീഷൻ ആയിട്ട് വരുന്ന ബാക്കിയുള്ള വാക്കുകളോട് വരുമ്പോൾ അതിനെ വെർബ് ഫ്രേസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ ആണ് ചിൽഡ്രൻ പ്ലേ എന്ന് പറയുന്നത് ചിൽഡ്രൻ സബ്ജക്ട്, പ്ലേ എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ്, അല്ലേ?
അല്ലെങ്കിൽ ചിൽഡ്രൻ നൗൺ ഫ്രേസ്, പ്ലേ എന്ന് പറയുന്നത് വെർബ് ഫ്രേസ് അല്ലേ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതേ സെന്റൻസ് തന്നെ മോസ്റ്റ് ചിൽഡ്രൻ പ്ലേ വിത്ത് ടോയ്സ് അല്ലേ. അപ്പൊ അതിനകത്ത് ചിൽഡ്രൻ എന്ന് പറയുന്ന സബ്ജക്ട്, അതിന് എക്സ്ട്രാ അഡീഷൻ വന്നിരിക്കുന്ന വേർഡ് മോസ്റ്റ് ചിൽഡ്രൻ. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് സബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്. മോസ്റ്റ് ചിൽഡ്രൻ എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നൗൺ ഫ്രേസ്. ഇനി ഇവിടെ പ്ലേ എന്ന് പറയുന്ന വെർബ് മാത്രമല്ല യൂസ് ചെയ്തിരിക്കുന്നത്, എന്താണ് ആ വെർബിന്റെ കൂടെ വിത്ത് ടോയ്സ് എന്ന് പറയുന്ന എക്സ്ട്രാ അഡീഷൻ വേർഡ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഫോർ ഫർദർ ഇൻഫർമേഷൻ അതിനെ എന്തെന്ന് പറയും, വെർബ് ഫ്രേസ് എന്ന് പറയും. അപ്പൊ ഇത് ഓർത്തിരിക്കുക. നൗണും നൗണിന്റെ കൂടെ ചേർന്ന് വരുന്ന വേർഡും നൗൺ ഫ്രേസ്, വെർബും വെർബിന്റെ കൂടെ ചേർന്ന് വരുന്ന വേർഡ് വെർബ് ഫ്രേസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിന്റെ എന്താണ് നോട്ട്സ് നിങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് പറയാം. അതപ്പം നോട്ട്സ് ഭംഗിയായിട്ട് അത്രയൊന്ന് ബുക്കിനകത്തോട്ട് എഴുതണം. ഓക്കെ, അറിയാമല്ലോ എങ്ങനെയാണ് നോട്ട്സ് തയ്യാറാക്കുന്നത് എന്നുള്ളത്. എങ്ങനെയാണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പേജ് രണ്ട് പാർട്ടായിട്ട് തിരിക്കുക. ലെഫ്റ്റ് സൈഡിൽ 28 ഇന്നത്തെ ഡേറ്റ്, 28/4/2021 അല്ലേ. ഇനി എന്താണ്, ഏതാണ് ദിവസം, വെനസ്ഡേ ആണ് അല്ലേ. ഇങ്ങനെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ എന്താണ് ഇന്ന് പഠിക്കുന്ന നമ്മുടെ ടോപ്പിക് എന്താണെന്നുള്ളത്, എന്താണ് സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് അല്ലേ. സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അതങ്ങോട്ട് എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് സെന്റൻസിനകത്ത് എസെൻഷ്യൽ പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതുക, എസെൻഷ്യൽ പാർട്സ് എന്ന് എഴുതുക. എന്തൊക്കെയാണ് വരുന്നത്, സബ്ജക്റ്റും പ്ലസ് പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ്, PREDICATE പ്രെഡിക്കേറ്റ്. ഓക്കെ, ഇനി ആ എന്താണ് സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ഇത് നമ്മുടെ ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ചാണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും യൂസ് ചെയ്യുന്നത്. മോഡേൺ സ്റ്റൈലിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, സബ്ജക്റ്റിന് പകരം നൗൺ ഫ്രേസ് എന്ന് പറയും, പ്രെഡിക്കേറ്റിന് പകരം വെർബ് ഫ്രേസ് എന്ന് പറയും അല്ലേ. ഇനി എന്താണ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്ജക്റ്റ്, നെയിമിംഗ് പാർട്ട്, നെയിമിംഗ് പാർട്ട് അല്ലേ. അപ്പം നെയിമിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി, നെയിമിംഗ് പാർട്ട് എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ നെയിമിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് നൗൺസ് വരാം, നൗൺസ് ഓർ ഇറ്റ്സ് ഇക്വിവലന്റ്. അതിനകത്ത് നിങ്ങൾ നൗൺസ് ഓർ പ്രൊനൗൺസ് എന്ന് എഴുതിയിട്ടിരുന്നാൽ മതി. അപ്പൊ എന്താണ് നൗൺസ് ഓർ പ്രൊനൗൺസ് അല്ലേ. ഇനി അടുത്തത് എന്താണ്, പ്രെഡിക്കേറ്റ്. പ്രെഡിക്കേറ്റിന് സിംപ്ലി നമുക്ക് എന്തെന്ന് പറയാം, ടെല്ലിംഗ് പാർട്ട് എന്ന് പറയാം. എന്താ പറയുന്നത്, ടെല്ലിംഗ് പാർട്ട് അല്ലേ. ടെല്ലിംഗ് പാർട്ട് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എന്തൊക്കെ വരാം, വെർബും പ്ലസ് അനദർ വേർഡ്സ്, വെർബ് പ്ലസ് അനദർ വേർഡ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് നോട്ട്സ് ഇന്ന് തയ്യാറാക്കേണ്ട മെത്തേഡാണ്. ഡേറ്റ് എഴുതി, സെന്റൻസ് കൺസ്ട്രക്ഷൻ എന്ന ഹെഡിങ് എഴുതി, അടുത്തത് എസെൻഷ്യൽ ആ സെന്റൻസ് കൺസ്ട്രക്ഷന് ആവശ്യമായിട്ട് വരുന്ന ഘടകങ്ങൾ, എസെൻഷ്യൽ പാർട്സ്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ആ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റിന് മോഡേൺ സ്റ്റൈലിൽ എങ്ങനെ പറയുന്നത്, സബ്ജക്റ്റിന് NP എന്ന് പറയും, നൗൺ ഫ്രേസ് എന്ന് പറയും. പിന്നെ എന്താണ്, പ്രെഡിക്കേറ്റിന് VP എന്ന് പറയും, വെർബ് ഫ്രേസ് എന്ന് പറയും അല്ലേ. ഇനി എന്താണ്, വാട്ട് ഈസ് സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയിമിംഗ് പാർട്ട് അല്ലേ, അതായത് നൗൺസ് ഓർ പ്രൊനൗൺസ് അല്ലേ. ഇനി പ്രെഡിക്കേറ്റ് എന്ന് പറയുമ്പോൾ ടെല്ലിംഗ് പാർട്ട് അല്ലേ. അതിനകത്ത് എന്തൊക്കെ വരാം, വെർബും വരാം, ബാക്കിയുള്ള വാക്കുകളും വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് സബ്ജക്റ്റ് എന്ന് ഒരിക്കൽ കൂടി എഴുതുക. അതിന്റെ ബ്രാക്കറ്റിലോട്ട് NP എന്ന് എഴുതുക. NP എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ എക്സ്പാൻഷന് നൗൺ ഫ്രേസ് എന്ന് പറയും, നൗൺ ഫ്രേസ്. ഇത് മറന്നു പോകരുത്. ഇനി അടുത്തത് പ്രെഡിക്കേറ്റ് എന്ന് എഴുതുക അല്ലേ. അതിന്റെ ബ്രാക്കറ്റിലോട്ട് VP എന്ന് എഴുതുക, വെർബ് ഫ്രേസ്. അപ്പം ഇവിടെ എങ്ങനെ എഴുതും, വെർബ് ഫ്രേസ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട്സിനകത്ത് എഴുതേണ്ടതാണ്. സബ്ജക്റ്റ്, അതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് നൗൺ ഫ്രേസ്, NP എന്ന് എഴുതുക, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നൗൺ ഫ്രേസ്, പിന്നെ പ്രെഡിക്കേറ്റ് എന്ന് എഴുതുക,
ബ്രാക്കറ്റിൽ VP എന്ന് എഴുതുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെർബ് ഫ്രേസ് എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ സെന്റൻസിന്റെ കൺസ്ട്രക്ഷനും അതിന്റെ എസെൻഷ്യൽ പാർട്സ് എന്തൊക്കെയാണെന്നുള്ള സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്താണെന്നുള്ളത് പഠിച്ചു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നെയിമിംഗ് പാർട്ട് അല്ലേ, നൗൺസ് ഓർ പ്രൊനൗൺസ്. പിന്നെ എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ടെല്ലിംഗ് പാർട്ട്, വെർബും ബാക്കിയുള്ള എന്താണ് ബാലൻസ് വേർഡ്സുമാണ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എലമെന്റ്സ് ഓഫ് എ സെന്റൻസ്. ഒരു സെന്റൻസിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടാകാമെന്നുള്ളതാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ അതൊന്ന് കാണാം, ബൈ ഹാർട്ട് ചെയ്യുക. 1, സബ്ജക്റ്റ് ഉണ്ടാകണം, സബ്ജക്റ്റ് ഉണ്ടാകാം. 2, വെർബ് ഉണ്ടാകാം. 3, ഒബ്ജക്റ്റ് ഉണ്ടാകാം. 4, കോംപ്ലിമെന്റ് ഉണ്ടാകാം. 5, ആഡ്വർബിയൽ ഉണ്ടാകാം. അപ്പോൾ ഒരു സെന്റൻസിന്റെ അകത്തെ എലമെന്റ്സ് എന്തൊക്കെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്, ആഡ്വർബിയൽ. ഓക്കെ, സെന്റൻസിനകത്ത് എസെൻഷ്യൽ പാർട്സ് 2 പറഞ്ഞു. എന്തൊക്കെയാണ്? നൗൺ ഫ്രേസും വെർബ് ഫ്രേസും. ഇനിയും അത് പഴയ കാലത്തിലെ സിസ്റ്റം അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ഓക്കെ ആണല്ലോ? ഇനിയും സെന്റൻസിനകത്ത് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, കോംപ്ലിമെന്റ്, ആഡ്വർബ്. ഇത്രയാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് എന്താണ് ഒരുപാട് ടെൻസ്ഡ് ആകേണ്ട കാര്യമില്ല. ഇത് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ, ഇത് എങ്ങനെയാണ് സെന്റൻസിനകത്ത് വരുന്നത് എന്നുള്ള മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ അങ്ങ് മാറി കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയും കാര്യമുള്ളൂ. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്യുക. അതായത് സെന്റൻസ് കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്ത് 2 എസെൻഷ്യൽ പാർട്സ് വരും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ആ സബ്ജക്റ്റിന് നമ്മൾ എന്താണ് നൗൺ ഫ്രേസ് എന്ന് പറയും, പ്രെഡിക്കേറ്റിന് നമ്മൾ വെർബ് ഫ്രേസ് എന്ന് പറയും. അത്രയും ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് പറയുന്നത് ഇനിയും എലമെന്റ്സ്, എന്തൊക്കെ എലമെന്റ്സ് ഒരു സെന്റൻസിൽ ഉണ്ടാകാം എന്തൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സബ്ജക്റ്റ് വരാം, വെർബ് വരാം, ഒബ്ജക്റ്റ് വരാം, കോംപ്ലിമെന്റ് വരാം, ആഡ്വർബൽ. ഇത്ര എലമെന്റ്സ് ആണ് ഒരു സെന്റൻസിനകത്ത് വരുന്നത്. അപ്പം സെന്റൻസിനകത്ത് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആഡ്വർബൽ. എന്തൊക്കെയാണ്? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ആഡ്വർബൽ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ സെന്റൻസ് ഫോം ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് 2 എലമെന്റുകൾ വരുന്ന സെന്റൻസുകളാണ്. എന്തൊക്കെയാണ്? ആദ്യം സബ്ജക്റ്റും രണ്ടാമത് വെർബും മാത്രം വരുന്ന സെന്റൻസുകളാണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് നൗണും നമ്മൾ കുറച്ച് ഏറെ പഠിച്ചിട്ടുണ്ട്, പ്രൊനൗണും പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിനകത്ത് നൗണിൽ ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ബോയ് എന്ന് പറയുന്ന വേർഡായിരുന്നു പഠിച്ചത്. അതിങ്ങോട്ടൊന്ന് എഴുതാം. പിന്നീട് ബോയ്സ് എന്ന് പറയുന്ന വേർഡ് പഠിച്ചു, അതും എഴുതാം അല്ലേ? അപ്പൊ ആ 2 നൗണുകളായല്ലോ. പിന്നെ സബ്ജക്റ്റ് സാധാരണ നൗൺ അല്ലെങ്കിൽ അതിന്റെ ഇക്വിവലന്റ് എന്നാണ് പറഞ്ഞത്. അതിന് പകരം ഉപയോഗിക്കുന്ന വേർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? അതും എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇക്വിവലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡുകൾ ഏതൊക്കെയാണ്? പ്രൊനൗൺ എന്ന് നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഏതൊക്കെ പ്രൊനൗണുകളാണ് നമ്മൾ? പ്രൊനൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതൊക്കെയാണ്? പേഴ്സണൽ പ്രൊനൗൺ ആണ് നമ്മൾ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ? ഏതൊക്കെയായിരുന്നു? ഒന്ന് എഴുതി നോക്കാം അല്ലേ? ഒന്നാമത്തെ പ്രൊനൗൺ ഏതായിരുന്നു? പേഴ്സണൽ പ്രൊനൗൺ. ആദ്യത്തെ ഐ, ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുന്ന ഐ, ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വരുന്ന വി, സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന യു അല്ലയോ? തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന ഹി അല്ലയോ? തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന ഷീ അല്ലയോ? പിന്നെ തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന ഇറ്റ്, തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന they അല്ലയോ? തേർഡ് പേഴ്സൺ ആയിട്ട് വരുന്ന ഇറ്റ്. അപ്പൊ ഏതൊക്കെയാ? നമ്മളിപ്പോ ഇത്രയും സബ്ജക്റ്റുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഏതൊക്കെയാ? ബോയ്, ബോയ്സ്, രണ്ടാമത് ഐ, വി, യു, ഹി, ഷീ, they, ഇറ്റ്. ഇത്രയും സബ്ജക്റ്റുകൾ മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വെർബ്. സബ്ജക്റ്റും വെർബും മാത്രം വരുന്ന സെന്റൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിച്ച വെർബുകൾ ഉണ്ടല്ലോ, വെർബ് ഒരു 10 പഠിച്ചായിരുന്നല്ലോ. അതിൽ ഒന്നാമത്തെ വെർബ് എടുക്കാം. ഏതാണ് ഒന്നാമത്തെ വെർബ് എന്ന് പറയുന്നത്? എവേക്ക് എന്ന് പറയുന്നതാണ് അല്ലേ?
ഒന്നാമത്തെ വെർബ് അല്ലേ? അതിന്റെ 4 ഫോംസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? എവേക്ക്, എവേക്കിംഗ് അല്ലേ, എവോക്ക്, എവോക്കൺ, ഇങ്ങനെ 4 ഫോംസ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഏതൊക്കെയാണ്? എവേക്ക്, എവേക്കിംഗ്, എവോക്ക്, എവോക്കൺ. ഓക്കെ ആണല്ലോ അല്ലേ? അതിനകത്ത് ഒന്നാമത്തെ ഫോം ഉപയോഗിച്ച് എങ്ങനെ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ള ഫോർമാറ്റ് അല്ലേ, ആ ടൈപ്പ് സെന്റൻസ് ആണ് എഴുതുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഏതാണ്? എവേക്ക് എന്ന് പറയുന്ന വെർബാണ് യൂസ് ചെയ്യുന്നത്. അതായത് വെർബിന്റെ ഒന്നാമത് പഠിച്ച വെർബ് എവേക്ക് ആണ്. എവേക്കിന്റെ 4 ഫോംസ് പഠിച്ചിട്ടുണ്ട്. എവേക്ക്, എവേക്കിങ്, എവോക്ക്, എവോക്കൺ. അതിനകത്ത് ഒന്നാമത്തെ ഫോമായിട്ടുള്ള ബേസ് ഫോം എങ്ങനെ സെന്റൻസ് വരും എന്നുള്ളതാണ് നമ്മൾ സെന്റൻസിൽ എഴുതുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കി, ബോയ് നോക്കണം. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബോയ് ആണ്. ആ ബോയ്ക്ക് 2 നമ്പർ ഉണ്ട്, സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്നത് അല്ലേ? ബോയ് എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ, only one. അങ്ങനെയാണെങ്കിൽ അതിനെ സിംഗുലർ എന്നാണ് പറയുന്നത് അല്ലേ? ഇനി ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതലാണ്, അതിന് നമ്മൾ പ്ലൂറൽ എന്നാണ് പറയുന്നത്. അപ്പം ബോയ്ക്ക് നേരെ നമ്മൾ എസ് നിട്ടു അല്ലയോ, ബോയ്സിന് നേരെ പി എന്ന് ഇട്ടു. അപ്പൊ ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് അല്ലേ? അപ്പോൾ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണമെന്നാണ്. നമ്മൾ ആദ്യത്തെ വെർബിലേക്ക് പോയി. ഏതാണ്? എവേക്ക് അല്ലയോ? എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എവേക്കും ഉണ്ട്, എവേക്സും ഉണ്ട്. എവേക്സ് എന്ന് പറയുന്നത് സിംഗുലറും എവേക്ക് എന്ന് പറയുന്നത് പ്ലൂറലും അല്ലേ? അതായത് എസ് ചേർന്ന് വരുന്നത് സിംഗുലർ, എസ് ചേരാതെ വരുന്നത് പ്ലൂറൽ. അപ്പം ബോയുടെ കൂടെ ഏത് ഉപയോഗിക്കും? ബോയ് എവേക്സ് എന്ന് ഉപയോഗിക്കും അല്ലേ? ബോയ്സിന്റെ കൂടെ എന്ത് ഉപയോഗിക്കും? ബോയ്സ് എവേക്ക് എന്ന് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ എങ്ങനെ വന്നു സെന്റൻസ്? ബോയ് എവേക്സ് എന്നും ബോയ്സ് എവേക്ക് എന്നും വന്നു. ഓക്കെ ആണല്ലോ? ഡൗട്ട്സ് ഉണ്ടോ? സംശയം ഉണ്ടോ? അപ്പൊ എങ്ങനെ വന്നിരിക്കുന്നത്? ബോയ് എവേക്സ് എന്നും ബോയ്സ് എവേക്ക് എന്നും വന്നു. സബ്ജക്ട് ഒന്നാമത് ബോയ് സബ്ജക്ട്, വെർബ് എവേക്സ്. ബോയ്സ് സബ്ജക്ട്, വെർബ് എവേക്ക്. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത് നോക്ക്, ഐ അല്ലേ? ഐ ആണ് ഇവിടെ പ്രൊനൗൺ ആണ്, സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഐ ആണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത്, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഏത് വെർബ് യൂസ് ചെയ്യണം? അപ്പൊ ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഏത് വെർബ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐയുടെ നമ്പർ അറിഞ്ഞിരിക്കണം. ഐയുടെ നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്? 2 നമ്പറേ ഉള്ളൂ ഇംഗ്ലീഷിൽ. ഏതൊക്കെയാണ്? സിംഗുലറും പ്ലൂറലും അല്ലേ? അപ്പം ഐയുടെ നമ്പർ ഏതാണെന്നുള്ളത് നോക്കുക, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത്. ഒറ്റ ഒരു ഫസ്റ്റ് പേഴ്സണെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് ഐ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണ്, പക്ഷെ ഒരു പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്. അതിപ്പം നിങ്ങൾ മനസ്സിൽ വളരെ ദൃഢമായിട്ട് വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. ഐ സിംഗുലർ ആണ്, പക്ഷെ ഐക്ക് എപ്പോഴും ഒരു പ്ലൂറൽ സ്റ്റേറ്റസ് ഉണ്ട്. ഒരു പ്രത്യേക സ്ഥാനമുള്ള ഒരു പ്രൊനൗൺ ആണ് ഐ എന്ന് പറയുന്നത്. അപ്പൊ ഐ സിംഗുലർ ആണ്, അതായത് വേർഡ് മീനിങ്ങിൽ സിംഗിൾ പേഴ്സണെ കാണിക്കാനായിട്ടാണ് ഐ ഉപയോഗിക്കുന്നത്. പക്ഷേ ഐക്ക് ഒരു പ്ലൂറൽ സ്റ്റേറ്റസ് ആണുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ ആ പ്ലൂറൽ സ്റ്റേറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് വെർബാ യൂസ് ചെയ്യേണ്ടത്? എവേക്സ് ഉപയോഗിക്കോ, എവേക്ക് ഉപയോഗിക്കോ? എവേക്സ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണെങ്കിൽ മാത്രമേ എവേക്സ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? എന്നാൽ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ എവേക്ക് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പക്ഷെ അതിന് പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്. അപ്പോൾ അതിന്റെ കൂടെ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? അതിന്റെ സ്വഭാവം പ്ലൂറൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? എവേക്ക് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്ലൂറൽ ആയിട്ടുള്ള എവേക്ക് എന്ന് പറയുന്ന വെർബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ സെന്റൻസ് എങ്ങനെ വരും? ഐ എവേക്ക് എന്ന് വരും. എങ്ങനെ വരുന്നത്? ഐ എവേക്ക് അല്ലേ? അടുത്തെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സബ്ജക്റ്റ് വി ആണ്. വി എന്ന് പറഞ്ഞ മീനിങ് ഞങ്ങൾ എന്നുള്ളതാണ്. അതായത് കളക്ഷൻ ഓഫ് പീപ്പിളെ പറയാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് കൂടുതൽ ആൾക്കാർ നിൽക്കുമ്പോഴാണ് നമ്മൾ വി എന്ന് യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയും, ഒന്നിൽ കൂടുതലാണെങ്കിൽ വി എന്ന് യൂസ് ചെയ്യും. അപ്പൊ വി എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ആണ്, സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്. അപ്പോൾ വിയുടെ കൂടെ ഏതാ ഉപയോഗിക്കേണ്ടത്? എവേക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് യു ആണ്. യു എന്ന് പറയുന്നത് 2 രീതിയിൽ യൂസ് ചെയ്യും. സിംഗിൾ പേഴ്സണെ കാണിക്കാനായിട്ട് ഉപയോഗിക്കും. മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണിക്കാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ എപ്പോഴും ഐയുടെ കൂട്ട് തന്നെ അതിനൊരു പ്ലൂറൽ സ്റ്റേറ്റസ് ആണുള്ളത് യുവിന്. അപ്പോൾ പ്ലൂറൽ ആയിട്ടാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കും? എവേക്ക് തന്നെ ഉപയോഗിക്കും. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 സബ്ജക്റ്റുകളും പ്ലൂറൽ ഫോമിലുള്ളതാണ്. ഓർത്തിരിക്കുക, ഐയുടെ കാര്യം മറന്നു പോകരുത്.
ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, പക്ഷേ അതിനൊരു പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്. അപ്പൊ എന്താണ് ഉപയോഗിക്കേണ്ടത്? പ്ലൂറൽ ഫോമിലുള്ള വെർബായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അടുത്തത് വി ആണ്. വി സിംഗുലർ ആണ്, സോറി വി പ്ലൂറൽ ആണ്, പ്ലൂറൽ വെർബ് ഉപയോഗിക്കുന്നു. യു എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടും പ്ലൂറലായിട്ടും എന്താണ് രണ്ട് സിംഗുലറിനെയും പ്ലൂറലിനെയും കാണിക്കാനായിട്ട് യു ഉപയോഗിക്കും. പ്ലൂറൽ സ്റ്റേറ്റസ് ആണ് യുവിനുള്ളത്. അപ്പൊ എന്താണ് എവേക്ക് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ഓഫ് വെർബ് ആണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. അടുത്തത് ഹി എന്ന് പറയുന്നത് അവൻ എന്ന് പറയും. സിംഗിൾ മാൻ അല്ലെങ്കിൽ സിംഗിൾ ബോയ്, അതായത് ഒരു 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 പുരുഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഹി എന്ന് പറയുന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹീയുടെ കൂടെ ഏതാ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഏതാണ്? എവേക്സ്, അല്ലയോ? ഷീ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു സിംഗിൾ ലേഡി അല്ലെങ്കിൽ സിംഗിൾ ഗേൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഷീ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, എന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? എവേക്സ് എന്നുള്ള ഉപയോഗിക്കുന്നത്, അല്ലേ? അടുത്ത എന്താണ്? ദൈ ആണ്. ദേ എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്നത് പറയുന്നത് എന്താണ്? മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതെന്താണ്? എവേക്ക് എന്ന് പറയുന്ന വെർബായിരിക്കും എന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്, അല്ലയോ? ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, അതിന്റെ കൂടെ എന്താണ്? എവേക്സ് എന്ന് പറയുന്ന വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എന്താണ് പ്രൊനൗണിനകത്ത് സിംഗുലർ ഏതാണ് പ്ലൂറൽ ഏതാണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഐ നിങ്ങൾ സിംഗുലർ ആണ് എങ്കിൽ പ്ലൂറൽ സ്റ്റേറ്റസ് ഓർത്തിരിക്കുക. വി പ്ലൂറൽ ആണ്, യു പ്ലൂറൽ ആണ്, ഹി സിംഗുലർ ആണ്, ഷീ സിംഗുലർ ആണ്, ദൈ പ്ലൂറൽ ആണ്, ഇറ്റ് പ്ലൂറൽ ആണ്. അപ്പൊ ഞാൻ പ്രത്യേകം ഇവിടെ നോട്ട് ചെയ്തേക്കാം. ഐ പ്ലൂറൽ, വി പ്ലൂറൽ, യു പ്ലൂറൽ, ഹി സിംഗുലർ, ഷീ സിംഗുലർ, ദൈ പ്ലൂറൽ, ഇറ്റ് സിംഗുലർ. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ സെന്റൻസിന്റെ കൺസ്ട്രക്ഷൻ. അപ്പൊ നമ്മള് എവേക്ക് എന്ന് പറയുന്ന വെർബ് എടുത്തു, ആ വെർബിന്റെ 4 ഫോംസ് പഠിച്ചു. അതിന് ഒന്നാമത്തെ ബേസ് ഫോം ചേർത്ത് ഒരു സെന്റൻസ് എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വെർബ് എന്നുള്ള കോമ്പിനേഷൻ ഉപയോഗിച്ചു, അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് ഇത്രയും 9 സബ്ജക്റ്റുകളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ബോയ്, ബോയ്സ്, ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്, ഇങ്ങനെയുള്ള 5 സബ്ജക്റ്റുകൾ എഴുതി. അതിനകത്ത് എന്താണ് ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ വെർബായിട്ടുള്ള ബേസ് ഫോമിലെ സിംഗുലർ വെർബായിട്ടുള്ള എവേക്സ് എഴുതി, അല്ലയോ? അടുത്തത് ബോയ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് അതിനകത്ത് പ്ലൂറൽ വെർബായിട്ടുള്ള എവേക്ക് എഴുതി, അല്ലയോ? ഇനി ഐ എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ സ്റ്റേറ്റസ് ആണ്, അതുകൊണ്ട് അത് എവേക്ക് എന്ന പ്ലൂറൽ വെർബ് തന്നെ ഉപയോഗിക്കുന്നത്. വി എന്ന് പറയുന്ന പ്ലൂറൽ ഫോം ആണ്, അതുകൊണ്ട് എവേക്ക് എഴുതി. ഇനിയും യു എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, അതിന്റെ കൂടെ എവേക്ക് എഴുതി. ഹി എന്ന് പറയുന്നത് സിംഗുലർ ആണ്, എവേക്സ് എഴുതി. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, എവേക്സ് എഴുതി. ദൈ പ്ലൂറൽ ആണ്, എവേക്ക് എഴുതി. ഇറ്റ് സിംഗുലർ ആണ്, എവേക്സ് എഴുതി. അപ്പോൾ നമ്മള് എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ ബേസ് ഫോം ഒരു സെന്റൻസിനകത്ത് എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതാണ് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷനിൽ എന്താണ് ഒരു സെന്റൻസ് എഴുതാനുള്ള, ഒരു സിമ്പിൾ സെന്റൻസ് എഴുതാനുള്ള ഫോർമാറ്റ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് ഏകദേശം ഒന്ന് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു. ഇനി നമുക്ക് എഴുതേണ്ടത് ഇതേപോലെ തന്നെ, അതിപ്പോ ബേസ് ഫോമിലാണല്ലോ നമ്മളൊരു സെന്റൻസ് എഴുതി കഴിഞ്ഞത്. ഇനി രണ്ടാമത് അടുത്ത കിടക്കുന്ന ഫോം ഏതാണ്? എവേക്കിംഗ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിപ്പോ ജസ്റ്റ് ഈ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന്റെ ആ കൺസ്ട്രക്ട് ചെയ്യേണ്ട റൂൾസ് എന്താണെന്നാണ് പഠിക്കുന്നത്. ഇനി ഈ സെന്റൻസ് എങ്ങനെ മീനിങ് ഫുൾ സെന്റൻസ് ആക്കി മാറ്റാം എന്നുള്ള അടുത്ത സ്റ്റെപ്പായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ റൂൾസ് എന്താണെന്ന് മാത്രം ബേസിക്കലി ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക. സിംഗുലർ ആകുമ്പോൾ ഏത് വെർബ് ഉപയോഗിക്കണം, പ്ലൂറൽ ആകുമ്പോൾ, സബ്ജക്ട് സിംഗുലർ ആകുമ്പോൾ ഏത് വെർബ് ഉപയോഗിക്കണം, സബ്ജക്ട് പ്ലൂറൽ ആകുമ്പോൾ ഏത് വെർബ് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രം ഓർക്കുക ഇപ്പം തൽക്കാലം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ വെർബുകളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞേ? ആദ്യത്തെ വെർബ് എവേക്ക്, എവേക്കിന്റെ 4 ഫോംസ്, ബേസ് ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലേ? ഇനി അതിനകത്ത് എന്താണ് എവേക്ക് എന്ന് പറയുന്ന വെർബ് ചേർത്ത് ഒരു സിമ്പിൾ സെന്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് പഠിച്ചു, അല്ലേ? എവേക്ക് എന്ന് പറയുമ്പോൾ അതിന് 2 ഫോം, 2 സിംഗുലർ എന്നും പ്ലൂറൽ എന്നും 2 ഫോം ഉണ്ട്, എവേക്ക് എന്നും എവേക്സ് എന്നും. അത് രണ്ടും ചേർത്ത് സെന്റൻസുകൾ എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കി. ഇനി രണ്ടാമത് നമ്മൾ നോക്കുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള എവേക്കിംഗ്.
എവേക്കിംഗ് ചേർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം എന്നുള്ളതാണ്. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള എവേക്കിംഗ് ചേർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാം അല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എവേക്കിങ്ങിന് സിംഗുലറും പ്ലൂറലും പറയാനായിട്ട് പ്രത്യേക ഫോമുകളില്ല. സിംഗുലറും പ്ലൂറലും പറയാനായിട്ട് പ്രത്യേക ഫോമുകളില്ല. അതിന് എന്താണ് സഹായിക്കാനായിട്ട് സിംഗുലർ പ്ലൂറൽ നിർണ്ണയിക്കാനായിട്ട് അതിന് ഓക്സിലറി വെർബുകളാണുള്ളത്. എന്താണ് ഓക്സിലറി വെർബുകളാണുള്ളത്? 3 സെറ്റ് ഓക്സിലറി വെർബുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ സെറ്റ് ഓക്സിലറി വെർബ് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെ എഴുതുന്നുള്ളൂ അല്ലെ? ഒന്നാമത്തെ സെറ്റ് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണ്? ആം, ഈസ്, ആർ. ഒന്നാമത്തെ സെറ്റ് ഓക്സിലറി വെർബ് ഏതാണ്? ആം, ഈസ്, ആർ. എവേക്കിംഗ്, ആം, ഈസ്, ആർ. അപ്പൊ നമ്മൾ ഇങ്ങനെ സെന്റൻസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് ഈ സെന്റൻസ് എങ്ങനെ ടെൻസിന്റെ അടിസ്ഥാനത്തിലൊക്കെ എങ്ങനെ വരും എന്നുള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഉപയോഗിക്കുക, ഇത് മാത്രം മനസ്സിലാക്കുക. ഇതിന്റെ സിംഗുലർ പ്ലൂറൽ അനുസരിച്ച്, സബ്ജക്ട് സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ അനുസരിച്ച് എങ്ങനെ എവേക്കിംഗ് എന്ന് പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വെർബ് എങ്ങനെ ഒരു സെന്റൻസ് ഉപയോഗിക്കുക, ഇത് മാത്രം നിങ്ങൾ ഇപ്പം ആലോചിക്കുക. ഓക്കെ, അപ്പം നമ്മൾ എഴുതുന്നു നേരത്തെ എഴുതിയതുപോലെ തന്നെ ബോയ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ലേ? അതിന്റെ പ്ലൂറൽ ഫോം ആയിട്ടുള്ള ബോയ്സ് എന്ന് പറയുന്ന സബ്ജക്ട്. പിന്നെ ബാക്കി പ്രൊനൗണുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സണിൽ തന്നെ തുടങ്ങാം, ഐ. സെക്കൻഡ് പേഴ്സൺ ഏതാണ്? വി. സെക്കൻഡ് പേഴ്സൺ ഏതാണ്? ഐ, വി എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ, യു എന്ന് പറയുന്ന സെക്കൻഡ് പേഴ്സൺ, പിന്നെ ഹിയ്, പിന്നെ ഷീയ്, പിന്നെ ദെയ്, പിന്നെ ഇറ്റ്. ഇത്രയാണല്ലോ. ഓക്കെ, അപ്പൊ അടുത്തത് ഇവിടെ സെന്റൻസിന്റെ സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്നുള്ളതാണ്. അപ്പൊ ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റ് രണ്ടാമത് വെർബാണ് എഴുതുന്നത്, മനസ്സിലായല്ലോ? ഈ ആമീസാർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്നുള്ളത്, കംപ്ലീറ്റ് ഓക്സിലറി വെർബുകൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ആമീസാർ എന്ന് പറയുന്നത് ഓക്സിലറി വെർബാണ്. ഓക്കെ ആണല്ലോ? എവേക്കിംഗ് എന്ന് പറയുന്ന മെയിൻ വെർബിനെ സഹായിക്കാനുള്ള ഓക്സിലറി വെർബ്, ഹെൽപ്പിംഗ് വെർബാണ് ആം, ഈസ്, ആർ. അപ്പൊ നമ്മള് ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസിനകത്ത് സെന്റൻസിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ആയിരിക്കണം: സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ്. ഇത് തന്നെയാണ് സാധനം. സബ്ജക്റ്റ് വെർബ്, ഇതും വെർബാണ്, ഇതും വെർബാണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബ്. പക്ഷെ ഓക്സിലറി വെർബ് വരുമ്പോൾ ആ സെന്റൻസ് മാറുന്നത് ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് ഓക്സിലറി വെർബ്, മൂന്നാമത് മെയിൻ വെർബ് ആണ്. ഓക്സിലറി വെർബ് ഇല്ലാത്ത സെന്റൻസ് ആണെങ്കിൽ ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് മെയിൻ വെർബ് വന്നാൽ മതി. അതാ നമ്മൾ മുമ്പ് എഴുതിയത് ബോയ് എവേക്സ് എന്ന് എഴുതി. അപ്പൊ ആദ്യം സബ്ജക്റ്റ് ബോയ്, രണ്ടാമത് എവേക്സ് എന്ന് പറയുന്ന മെയിൻ വെർബ് എഴുതി. ഓക്കെ ആണല്ലോ? എന്നാൽ ഇവിടെ നമ്മൾ എന്താണ്, ഓക്സിലറി വെർബ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് ഓക്സിലറി വെർബ്, മൂന്നാമത് മെയിൻ വെർബ്. ഇങ്ങനെ ആയിരിക്കണം വേണ്ടത്. ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത് ഓക്സിലറി വെർബ്, മൂന്നാമത് മെയിൻ വെർബ്. ഇങ്ങനെ ആയിരിക്കണം വേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബോയ് സബ്ജക്റ്റ് അല്ലേ? ഇവിടോട്ട് എഴുതാം സെന്റൻസ് ആൻസർ ബോയ് സബ്ജക്റ്റ്. ഓക്കെ, ഇനി ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ബോയ് സിംഗുലർ ആണ്, ഒരെണ്ണേ ഉള്ളൂ, സിംഗുലർ അല്ലേ? അപ്പം നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഓക്സിലറി വെർബ് എഴുതേണ്ടത് ബോയുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ സിംഗുലർ ഓക്സിലറി വെർബ് ഏതാണെന്നുള്ളതാണ്. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ ആമീസാർ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഓക്സിലറി വെർബ്സ് ആണ്. മൂന്നെണ്ണത്തിനും സെയിം അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്നതാണ്. സെയിം ടെൻസിൽ യൂസ് ചെയ്യുന്ന 3 സെറ്റ് ഓഫ് സെയിം മീനിങ് ഉള്ള സെയിം ടെൻസിൽ യൂസ് ചെയ്യുന്ന 3 ഓക്സിലറി വെർബുകളാണ്. ഇതിന്റെ 3 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഐയുടെ കൂടെ ആയിരിക്കും. ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമേ ആം ഉപയോഗിക്കത്തുള്ളൂ, വേറൊരു സബ്ജക്റ്റിന്റെ കൂടെ ആം ഉപയോഗിക്കത്തില്ല. ഓക്കെ ആണല്ലോ? ഐ, ആം, ഇതാണ് യൂസേജ് എന്ന് പറയുന്നത്. ഈ ബോയുടെ സ്ഥാനത്ത് ഐ ആണ് വന്നിരുന്നെങ്കിൽ നമ്മൾ ആം ഉപയോഗിക്കത്തുള്ളൂ, വേറെ ഒരു സബ്ജക്റ്റിന്റെ കൂടെ ആം ഉപയോഗിക്കത്തില്ല. അപ്പം ആമീസാർ എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് ഓക്സിലറി വെർബിനകത്ത് ആമിനെ തള്ളി അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചേക്കുക. ആമിനകത്ത് ഇനിയും പ്രത്യേക റോളൊന്നുമില്ല. ആം ആരുടെ കൂടെ മാത്രമേ പോകത്തുള്ളൂ? ഐയുടെ ഒരേ ഒരു വാശിയാണ്. എന്താണ്? ഐയുടെ കൂടെ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള ഒരേ ഒരു വാശിയുള്ള ഓക്സിലറി വെർബാണ് ഏതെന്ന് പറയുന്നത്? ആം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഏതാണ്? ഈസ്. ഈസിന്റെ പ്രത്യേകത ഓർത്തിരിക്കുക. ഈസ് അവസാനിച്ചത് എസിലല്ലേ? അപ്പൊ ഈസിന് സിംഗുലർ എന്ന് പറയാം. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കണം. അപ്പൊ ഈസ് എന്താണ്? സിംഗുലർ. ആർ എന്താണ്? പ്ലൂറൽ. പ്ലൂറൽ. അപ്പൊ ഇതാണ് ആമീസാറിനകത്തെ റൂൾ എന്ന് പറയുന്നത്.
ആമിസാർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓക്സിലറി വെർബ് വരുമ്പോൾ ഇങ്ങനെയാണ് റൂള്. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ ആണെങ്കിൽ അതിന്റെ കൂടെ മാത്രം ആം ഉപയോഗിക്കുക. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് സിംഗുലർ ആണെങ്കിൽ അതിന്റെ കൂടെ മാത്രം ഈസ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് പ്ലൂറൽ ആണെങ്കിൽ അതിന്റെ കൂടെ മാത്രം ആർ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കി, ബോയ്. ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഏത് ഓക്സിലറി വെർബ് ഉപയോഗിക്കണം? ഈസ് ഉപയോഗിക്കണം. ഓക്കെ, ബോയ് ഈസ് അല്ലേ. അപ്പം ഇനി ഏതാണ് ആ വെർബിന്റെ രണ്ടാമത്തെ ഫോം ആയിട്ടുള്ള പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ബോയ് ഈസ് എവേക്കിംഗ്. വളരെ സിമ്പിൾ. ഓക്കെ അല്ലേ? ബോയ് ഈസ് എവേക്കിംഗ്. സെന്റൻസ് തെറ്റില്ലാതെ എഴുതി. അതായത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിട്ട് എഴുതണം എന്നുള്ള ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ ഈ സെന്റൻസ് എഴുതി കഴിഞ്ഞു. ബോയ് ഈസ് എവേക്കിംഗ്. ബോയ് ആം എവേക്കിംഗ് എന്നും ബോയ് ആർ എവേക്കിംഗ് എന്നും എഴുതത്തില്ല. കാരണം ആം ഉപയോഗിക്കുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. പിന്നെ ആർ ഉപയോഗിക്കുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കത്തുള്ളൂ. ബോയ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്തെഴുതി? ബോയ് ഈസ് എവേക്കിംഗ് എന്ന് എഴുതി. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. അടുത്തത് രണ്ടാമത്തെ ബോയ്സ് എന്നാണ്. നോക്കിയേ, സബ്ജക്ട് ബോയ്സ് അല്ലേ. ബോയ്സിന്റെ കൂടെ സിംഗുലർ ബോയ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. അപ്പോൾ അതിന്റെ കൂടെ എന്ത് ഉപയോഗിക്കണം? പ്ലൂറൽ വെർബേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്സിലറി വെർബ്. ബോയ്സ് ആർ എങ്ങനെ വരും? ബോയ്സ് ആർ എവേക്കിംഗ്. ബോയ്സ് ആർ എവേക്കിംഗ് എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓരോ പ്രൊനൗണിന്റെ കൂടെ എങ്ങനെ ആമിസാർ യൂസ് ചെയ്യാം. ഓർത്തിരിക്കുക, ഐ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ആം ആണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ എഴുതും? ഐ ആം എവേക്കിംഗ്. സംശയമില്ലല്ലോ. അടുത്തത് ഇനി രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണ്? വി അല്ലേ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണ്. വി ആണെങ്കിൽ പ്ലൂറൽ. അങ്ങനെയാണെങ്കിൽ വി ആർ എവേക്കിംഗ് അല്ലേ. ഇനി അടുത്ത് നോക്ക്, അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? യു. യു സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ അല്ലേ. ഏത് ഉപയോഗിക്കണം? യു ആർ എവേക്കിംഗ്. ഓക്കെ, ഇനി അടുത്തത് സബ്ജക്റ്റ് ഹി അല്ലേ. സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ. ഏത് ഉപയോഗിക്കും? ഹി ഈസ് എവേക്കിംഗ് അല്ലേ. അടുത്തത് ഷീ സിംഗുലർ. എങ്ങനെ എഴുതും? ഷീ ഈസ് എവേക്കിംഗ്. ഓക്കെ, അടുത്തത് ദൈ. എങ്ങനെ എഴുതും? ദൈ പ്ലൂറൽ ആണ്. ദൈ ആർ എവേക്കിംഗ് അല്ലേ. അടുത്തത് ഇറ്റ് സിംഗുലർ ആണ്. എന്ത് ഉപയോഗിക്കും? ഇറ്റ് ഈസ് എവേക്കിംഗ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ എവേക്ക് എന്ന് പറയുന്ന വെർബിന്റെ രണ്ടാമത്തെ ഫോം ആയിട്ടുള്ള പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതുമ്പോൾ എങ്ങനെ സെന്റൻസ് ഫോം ചെയ്യാം എന്നുള്ളതാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എഴുതുമ്പോൾ എപ്പോഴും അതിനെ സിംഗുലർ പ്ലൂറൽ നിർണ്ണയിക്കാനായിട്ട് അതിന്റെ കൂടെ ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കും. ആ ഓക്സിലറി വെർബ് 3 സെറ്റാണ് വരുന്നത്. ആമിസാർ എന്നുള്ള ഒരു സെറ്റ് വരും, വാസ്വേർ എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റ് വരും, ഹാസ് ഹാവ് എന്ന് പറയുന്ന മൂന്നാമത്തെ സെറ്റ് വരും അല്ലേ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ സെറ്റ് ആയിട്ടുള്ള ആമിസാർ ചേർത്ത് എങ്ങനെ സെന്റൻസ് എഴുതാമെന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെന്റൻസ് എഴുതുന്ന ഫോർമാറ്റ് സബ്ജക്ട് പ്ലസ് വെർബ് എന്നുള്ളതാണ്. ഓക്സിലറി വെർബോടെ വന്നു കഴിയുമ്പോൾ സബ്ജക്ട്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ് ഈ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടണം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്ജക്ട്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്. അതായത് സബ്ജക്ട് പ്ലസ് വെർബിന് മാറ്റമൊന്നുമില്ല, പക്ഷേ മെയിൻ വെർബിന് മുൻപായിട്ടാണ് ഓക്സിലറി വെർബ് എഴുതേണ്ടത് എന്നുള്ള റൂളാണ് അല്ലേ. അപ്പൊ ആദ്യം സബ്ജക്ട്, അത് കഴിഞ്ഞ് ഓക്സിലറി വെർബ്, പിന്നെ മെയിൻ വെർബ്. ഇതാണ് റൂൾ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവേക്കിംഗ് എന്ന് പറയുന്ന വെർബും ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ അനുസരിച്ച് സെന്റൻസ് എഴുതുകയാണ്. ബോയ് സിംഗുലർ ആയതുകൊണ്ട് എന്താണ്? ആമിസാറിനകത്ത് സിംഗുലർ വെർബ് ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഇതിനകത്ത് ആമിസാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ ആമിനെ മാറ്റി വെച്ചേക്കുക. പിന്നെ ഈസും ആറും ഉണ്ട്. ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അത് പെട്ടെന്ന് ഓർത്തിരിക്കാനായിട്ട് സിംഗുലർ സ്റ്റാർട്ട് ചെയ്യുന്ന എസിലാണ്, ഈസ് അവസാനിക്കുന്ന എസിലാണ്. അപ്പം സിംഗുലർ ഈസ്. ഇനി പ്ലൂറൽ അല്ലേ, പ്ലൂറൽ അല്ലേ, ആർ. രണ്ടും കൂടെ ആ പ്രാസം ഒന്ന് ചേർന്ന് വരുമല്ലോ അല്ലേ. അപ്പൊ പ്ലൂറൽ ആർ, സിംഗുലർ ഈസ് അല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തിരിക്കുക. അപ്പം നോക്കി, ഇനി ബോയ് സിംഗുലർ ആണ്, ബോയ് ഈസ് എവേക്കിംഗ് എന്ന് വന്നു. ബോയ്സ് പ്ലൂറൽ ആണ്, ബോയ്സ് ആർ എവേക്കിംഗ് എന്ന് വന്നു. ഐ അല്ലയോ, ഐയുടെ കൂടെ എപ്പോഴും ആമ ഉപയോഗിക്കുന്നുള്ളൂ. അത് നേരത്തെ നമ്മൾ പഠിച്ചത്. സിംഗുലർ ആണെങ്കിൽ എപ്പോഴും ഇതിനൊരു പ്രത്യേക സ്റ്റേറ്റസ് ഉണ്ട് ഇംഗ്ലീഷ് ഗ്രാമറിൽ അല്ലേ.
ഒരു പ്രത്യേക സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഐ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനമാണ് ഇദ്ദേഹത്തിനുള്ള. എല്ലാവരും വളരെ ഭവ്യതയോടുകൂടെ നോക്കി കാണുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഐക്ക് നമ്മൾ ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഐയുടെ കൂടെ എപ്പോഴും ആം മാത്രമേ യൂസ് ചെയ്യാൻ ഒക്കത്തുള്ളൂ, ഐയുടെ കൂടെ മാത്രമേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ളൊരു വാശിയാണ് ആർക്കുള്ളത്? ആമിനുള്ളത്. അപ്പം ഐ ആം എന്നാണ് യൂസ് ചെയ്യുന്നത്, ആം അല്ലെ? ആം അവേക്കിംഗ് എന്ന സെന്റൻസ് എഴുതും. അടുത്തത് വി. വി പ്ലൂറൽ ആയതുകൊണ്ട് അതിന്റെ കൂടെ ആർ യൂസ് ചെയ്യണം, വി ആർ അവേക്കിംഗ് എന്ന് വരും. അടുത്ത യു. യു പ്ലൂറൽ ആയതുകൊണ്ട് അതിന്റെ കൂടെ ആർ യൂസ് ചെയ്യണം, യു ആർ അവേക്കിംഗ് എന്ന് വരും. അടുത്ത ഹി. ഹി സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ കൂടെ ഈസ് ഉപയോഗിക്കും, ഹി ഈസ് അവേക്കിംഗ് എന്ന് വരും. ഷീ സിംഗുലർ ആയത് അതിന്റെ കൂടെ ഈസ് ഉപയോഗിക്കും, അപ്പോൾ ഷീ ഈസ് അവേക്കിംഗ് എന്ന് വരും. അടുത്ത ദൈ. ദൈ പ്ലൂറൽ ആയതുകൊണ്ട് അതിന്റെ കൂടെ ആർ യൂസ് ചെയ്യണം, അപ്പോൾ ദൈ ആർ അവേക്കിംഗ് എന്ന് വരും. ഇറ്റ്. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, സിംഗുലർ ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം, ഇറ്റ് ഈസ് അവേക്കിംഗ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള വെർബുകളുടെ ഈ 2 ഫോമുകളും എഴുതാൻ കഴിയും. എങ്ങനെയാ? അടുത്ത വെർബ് ഏതാണ്? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന വോക്കാണ് അല്ലേ? വോക്കിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് 2 രീതിയിൽ എഴുതാം, വോക്കും വോക്സും അല്ലേ? ഇത് ചേർത്ത് ഈ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് സെന്റൻസുകൾ എഴുതാം. അതേപോലെ തന്നെ വോക്കിന്റെ രണ്ടാമത്തെ ഫോം പ്രസന്റ് പാർട്ടിസിപ്പിൾ, വോക്കിംഗ്. വോക്കിംഗ് സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓക്സിലറി വെർബുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആമിസാർ എന്ന് പറയുന്ന ഒരു സെറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പൊ ആമിസാർ ചേർത്ത് നിങ്ങൾക്ക് സെന്റൻസുകൾ എഴുതി നോക്കാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിനകത്ത് എഴുതേണ്ട, പ്രത്യേക ഒരു റഫ് ബുക്കിനകത്തോട്ട് ഇത്രയും ഈ ബാക്കിയുള്ള എല്ലാ വെർബുകളുടെയും ഈ 2 ഫോമുകൾ ഉപയോഗിച്ച് ആമിസാർ എന്ന് പറയുന്ന ഓക്സിലറി വെർബും ചേർത്തുള്ള സെറ്റ് ഓഫ് ഓക്സിലറി വെർബുകൾ ചേർത്തുള്ള സെന്റൻസുകൾ എഴുതി ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇതിലൂടെ നിർത്താം. ഓക്കെ, താങ്ക് യു.